best in Kerala now. Let's go for the best in India. Cheers. Cheers. Erin, please come. 1 second. Come, Erin. Meet Mr. Sandeep and Safal. Hello. സിയോ ടിവിയുടെ പ്രോഗ്രാം കൺസൾട്ടൻസ് ആണ്. Okay. സിയോ ടിവിയുടെ പ്രോഗ്രാമിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത് നിങ്ങളുടെ സോങ് ആണ്. Really? ഇവർക്ക് നിങ്ങളുമായി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്. Wow. Yes. ഇനിയെല്ലാം ഞാൻ ഏറ്റു. ഇനി നിങ്ങളുടെ ബെസ്റ്റ് ടൈം. Thank you, bye. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. എന്തു ചേട്ടാ നമ്മൾ പൊളിക്കാൻ പോകണം വെച്ചാലേ. നീ കാര്യം പറ. സിയോ ടിവിയുമായി നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നു. Really? യെസ്, ഇനിയാണ് ബെഞ്ചാരസിന്റെ തലവര മാറാൻ പോകുന്നത്. Let's rock. ബ്രോ എടാ എന്താ ഇതൊന്നും നോക്കിയടാ. മാളു വാ വന്നേ. നമസ്കാരം, മലനാടൻ മലയാളിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്ത ആസ്വദിച്ച ഒരു പാട്ടാണ് ബെഞ്ചാറസ് മ്യൂസിക് ബാൻഡിന്റേത്. പക്ഷേ ആ പാട്ടിനെതിരെ ഇപ്പോൾ ഒരു യുവകവി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതെന്താണിത്? നീ ഇതൊന്നും കാണ്. ബെഞ്ചാറസ് മ്യൂസിക് ബാൻഡിന്റെ വൈറലായ പാട്ടിനെതിരെ മുണ്ടൂർക്കര സുനേഷ് എന്ന യുവകവി രംഗത്ത് വന്നിരിക്കുകയാണ്. മുണ്ടൂർക്കര സുരേഷിന്റെ സൗഹൃദമെന്റേതെന്ന കവിത ബെഞ്ചാറസ് മ്യൂസിക് ബാൻഡ് മോഷ്ടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്തായാലും സുനേഷ് തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സുനേഷ്, ഇത് സുനേഷിന്റെ കവിത തന്നെയാണോ? എന്റെ പൊന്നു മലയാളി, ഇതാണ് ആ ബുക്ക്. ഈ കവിത എടുക്കുമ്പോൾ എന്നോട് ചോദിക്കുക എന്നൊരു മാന്യതയെങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടേ? കുട്ടികളല്ലേ, ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ലേ? എന്റെ പേര് വെച്ചില്ല എന്നുള്ളത് കുഴപ്പമില്ല, എന്നോട് ചോദിക്കുകയെങ്കിലും വേണ്ടേ? ഇതിന് ഉത്തരം തന്നേ പറ്റൂ. സുരേഷിനോട് ഒരു ഘട്ടത്തിൽ പോലും അവർ ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടില്ല. അത് തന്നെയാണ് കുട്ടികളല്ലേ, ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ലേ? തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സുരേഷിനോട് അവർ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഇതിനെ നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? നിനക്ക് വേറെ കവിത ഒന്നും കിട്ടില്ല മാളു. ഇതിപ്പോ എന്റെ കുറ്റായോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞു? ഒന്ന് നിർത്തോ നിങ്ങള്. ഇയാളല്ലേ ഇപ്പൊ പറഞ്ഞ 2 വർഷം മുമ്പാണ് ഇതെന്ന്. അതെ, പക്ഷെ അത് ഇവിടെ കുറെ കാലമായിട്ടുള്ളതല്ലേ. ആ, ഞാൻ പഠിച്ചിരുന്നതിന് 3 കൊല്ലം മുമ്പ്. ഫ്രോഡ്. എടാ അതെ, നമുക്ക് ഈ കവിതയുടെ ഫോട്ടോ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്താലോ? എന്നിട്ട് എന്താ കാര്യം? അത് അവിടെ എഴുതിയത് അവനാണെന്ന് പറയും. അവിടെ എഴുതിയതിന് സാക്ഷികൾ വരെ അവനുണ്ടാക്കും. അവന്റെ സംസാരം കേട്ടാൽ അറിയാം അവനൊരു ബിഗ് ടൈം ഫ്രോഡാണെന്നുള്ളത്. ഒരു ഐഡിയ പറ ബായ്. നിങ്ങൾ പറയുന്നത് പോലെ ഇത് എഴുതിയത് മറ്റൊരാളാണെങ്കിൽ ആ ആളെ നിങ്ങൾ കണ്ടുപിടിക്കണം. അയാൾ ഇത് നിങ്ങൾക്ക് തന്നതാണെന്ന് പറയുകയും വേണം. പക്ഷേ 1 second. We are discussing. Okay. സിയോ ടിവിയിൽ നിന്ന് സന്ദീപാണ് വിളിച്ചത്. അവർക്ക് ഇന്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കോൺട്രാക്ട് എനിക്ക് പറയാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് ക്യാൻസലായി എന്നല്ല, നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ബാക്കി ഞാൻ ഏറ്റു. ഓക്കെ, എന്നാ ശരി. ഹാരിസ് ബൈ, ഇനി അവരെയും കൊണ്ടേ ഞങ്ങൾ ബൈ എടുത്ത് വരും. നീ ഇത് എങ്ങനെ കണ്ടുപിടിക്കാനാ? വേറെന്താ വഴി പറ. അതാരാന്ന് വെച്ചാ നീ ഹാരിസ് ബാനോടെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. അതെങ്ങനെ? ദേ മാളു, ആവശ്യത്തിലധികം ടെൻഷൻ ഇപ്പൊ ഉണ്ട്. നീ പുതിയ ഐഡിയാസും കൊണ്ട് വരല്ലേ? നീ ആയിട്ടുണ്ടാക്കിയല്ലേ ഒരു കവിത? ഞാനോ? നിങ്ങൾക്ക് ഓക്കെ പറഞ്ഞിട്ടല്ലേ? എന്താ ഓക്കെ? അത് നിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. എടാടാ ഒന്ന് നിർത്ത്. നമുക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോയി നോക്കാലോ. ആ, അവിടെ പോയി നോക്കാം. അവിടെ ഈ കവിത എഴുതിയാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. തന്നിടത്തോളം പണി എന്നെ ധാരാളം. വേണ്ട, ആരും വേണ്ട. ഞാനായിട്ട് ഉണ്ടാക്കിയല്ലേ, ഞാനായിട്ട് തീർത്തോളാം. മാളു, സ്റ്റേ ബാക്ക്. നിങ്ങൾ എങ്ങനെ തർക്കിച്ചുകൊണ്ടൊന്നും ഈ പ്രോബ്ലം തീരില്ല. ആദ്യം തൃശ്ശൂരുള്ള ആ കോളേജിലൊന്ന് പോയി നോക്ക്. ഓക്കെ? അപ്പോ ഇതാണ് ആ സ്ഥലം, കല മുതൽ കലാപം വരെയുള്ള ആ കോളേജ്. അത് മാത്രല്ല, ചുവരെഴുത്തുകളുടെ. ഇത്ര പഴയതാണോ? ആരെഴുതിയാന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാ? അതിന് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രകാരിയുണ്ട്.
വാ പോവാം. എന്റെ പിള്ളേരെ, നിങ്ങൾക്ക് വേറെ ദിവസമൊന്നും കിട്ടിയില്ലേ? ഇന്നാണെങ്കിൽ നാക്ക് വരുന്നതിന്റെ ദിവസമോ? നാക്കല്ല നാക്ക. ഓ, അറിയാ. ചേച്ചി കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇതേ 94 രജിസ്റ്ററാ. 99 എന്ന് പറയുമ്പോ ഒരു 10 കാണും. ഇത് ഡിഗ്രിയുടെ ആണോ? ഇതിലെല്ലാം കാണും. ജാതികോളമുള്ള രജിസ്റ്ററാ. അല്ല, ജാതി വെച്ച് തിരിക്കാനൊന്നുമല്ല, സ്റ്റൈപ്പൻഡ് ഉണ്ടാവേ. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കുട്ടികൾക്ക് എന്ത് ജാതി മതം? ഈ രജിസ്റ്റർ നോക്കിയാൽ കാണാം, അന്നൊക്കെ പേരിന്റെ പിന്നിലെ ഒരു വാല് പോലും കാണില്ല. എല്ലാവരും മനുഷ്യന്മാരായിരുന്നു. ചേച്ചി, എന്താ? എല്ലാവരുടെ ഡീറ്റെയിൽസും വേണ്ട, ഒരാളുടെ മതി. ഞങ്ങൾക്ക് അറിയേണ്ടത് ആരാ എഴുതിയെന്നോ. മോനെ, ഒരു മിനിറ്റ് കേട്ടോ. ശരി ചേച്ചി. വാ. ഓ, 97. യെസ്, വേദ. ഈ വേദ ഇപ്പോ ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. ഫോൺ വിളിച്ച് ചോദിക്കേണ്ട കാര്യമായിരുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇത്രയും പുകലായിട്ട് ഫോൺ വിളിച്ചു ചോദിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോ നേരിട്ട് അവർ വയലിരിക്കുന്ന കേൾക്കാം. ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട്. ശരി, ഞാൻ നേരിട്ട് കേട്ടോളാം. ചേച്ചി, ഈ ചെമ്പേരി എസ്റ്റേറ്റ് എവിടെയാ? நல்லா இருக்குல்ல? நீ பறக்க விடு, நான் இப்ப வரேன். മാളവിക, അതെ. മല്ലിക ചേച്ചി വിളിച്ചിരുന്നോ? ഓ, വരൂ, അകത്തേക്ക് ഇരിക്കാം. കൊള്ളാലോ നിങ്ങളുടെ പെർഫോമൻസ്. കവിത കൊളവാക്കിയോ? ഏയ്, നിങ്ങളിത് കുറച്ച് ഫാസ്റ്റ് ആക്കി. എന്റെ മനസ്സിൽ ഇതൊരു സ്ലോ മെലഡി ആയിരുന്നു. സോറി. എന്തിന്? ചോദിക്കാതെ എടുത്തതിനോ? എടോ, നമ്മൾ കവിതകൾ തേടുന്ന പോലെ കവിതകൾ നമ്മളെയും തേടുന്നുണ്ട്. ഇതങ്ങനെ സംഭവിച്ചതാ. എനിക്കിഷ്ടപ്പെട്ടു. താങ്ക്സ്. നിങ്ങൾക്ക് ഈ കവിത കിട്ടിയതിന് താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, അതാ ചുമരിൽ എഴുതിയ ആളോടാ. അതാരാ? അത് ഒരു മുന്നറിയിപ്പും തരാതെ, ഒരു അനുവാദവും ചോദിക്കാതെ കടന്നു വന്ന് നമ്മളുടെ ജീവിതത്തിനെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ മാറ്റിമറിക്കുന്ന ചിലരില്ലേ, അങ്ങനെ ഒരാൾ. അതെങ്ങനെയാ അവിടെ എഴുതിയേ? ആരാധന മൂത്തിട്ടാണോ? അല്ല, സൗഹൃദം. ജീവിതത്തിലെ ഏറ്റവും വലുത് സൗഹൃദമാണെന്ന് വിശ്വസിച്ച് അങ്ങനെ ജീവിച്ച ഒരാൾ. ആളെ പറ്റിയാണോ ഈ കവിതകളൊക്കെ? നീ കഴിച്ചോ?
മോളെ പതുക്കെ. അതെ, ഇക്കൊരു ഓട്ടമുണ്ട് മോളെ. അപ്പൊ വൈകിട്ട് കാണാം. പാപ്പ ഇന്ന് കുറച്ച് വൈകി വന്നാൽ മതിയേ, ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ശരി മോളെ. അല്ലേ? ശരി അപ്പാ. ആ ശരി മോളെ. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കൂടിയോ? ക്യാൻറ്റീനിലെ ഉഴുന്നുകൂടെ നമുക്കങ്ങ് നിർത്താം. നീ പറയുന്ന എല്ലാത്തിനും ഞാൻ തലയാടുന്നതൊക്കെ ഓക്കെ, പക്ഷെ കാര്യം എന്താന്ന് പറയണം. ഇന്നെങ്കിലും എനിക്കൊരു അടി കാണണം. ഈ കോളേജിൽ പഠിച്ചിട്ട് അടി കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അടിയോ? ഒരത്ഭുതവും ഇല്ല. നീ പറഞ്ഞാലേ അത്ഭുതമുള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പോട്ടെ, നീ കോളേജ് തന്നെ ശരിക്കും കണ്ടിട്ടുണ്ടോ? ഓ, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. ഓ, ഹോസ്റ്റൽ റൂമും ക്ലാസ് റൂമും. നിനക്ക് ഊട്ടി എവിടെയാണെന്ന് അറിയാൻ പൊടി പെണ്ണേ? കോളേജിനകത്തെ കാട്. കാടോ? കോളേജിനകത്തെ ഏതേം തോട്ടം. കമിതാക്കൾക്കും കലാകാരന്മാർക്കും കവികൾക്കും വിഹരിക്കാനുള്ള ഇടം. തണലേകുന്ന മരങ്ങളും ചിത്രശലഭങ്ങളും പുഴകളും, പുഴയില്ല, കുളങ്ങളും നിറഞ്ഞ പൂങ്കാവനം. നീ എവിടെ പോയിട്ടുണ്ടോ? ഒറ്റയ്ക്കോ? പോണം. കൂടെ പോകാൻ പറ്റിയൊരാളെ കിട്ടട്ടെ, എന്നിട്ട് വേണം. അതുപോട്ടെ, എന്താ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? ഇന്നാണ് സെപ്റ്റംബർ 29, ഗസ്റ്റപ്പോസിന്റെ സസ്പെൻഷൻ കഴിയുന്ന ദിവസം. നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നോടൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞല്ലേ? എടി, നീ എന്തിനാണ് പേടിക്കുന്നത്? നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോകുന്നില്ലോ അല്ലേ? അതൊന്നുമല്ല എന്റെ അക്ബറേ, ആ രഞ്ജന് നിന്നോടാണ് വൈരാഗ്യം. അതെന്താ നിനക്ക് മനസ്സിലാവാത്തത്? എടാ അനൂപേ, അവന്മാരെ പുറത്ത് ഇന്ന് ആളെ കൊണ്ടുവന്നു, നമ്മൾ കയറി പെരുമാറി. അതിലിപ്പോ എന്താണ് പ്രശ്നം അല്ലേ? എടാ, നീ എവിടേക്കെങ്കിലും ഒന്ന് മാറ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജീവനും ഇവിടെ ഇല്ല. ഈ ചീള് കേസിനൊക്കെ ജീവനില്ലെങ്കിൽ എന്താ? ഡാ മാക്രി, നീ മിണ്ടാണ്ടിരുന്നോ? അന്നിവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോ നീ എവിടെയായിരുന്നു? അതെ അക്ബറെ, പറയുന്നത് കേക്ക്. എന്തേലും ചെയ്. തല്ലിന്റെ കാര്യത്തിൽ 3 തരക്കാരുണ്ട്. തല്ല് കൊള്ളുന്നവര്, തല്ല് കൊടുക്കുന്നവര്, പിന്നെ അത് കണ്ട് ഓടുന്നവര്. ഈ 3 തരക്കാരെ ഇന്നിവിടെ കാണാം. ആ അക്ബറിനെ രഞ്ജനൊന്ന് കണ്ടോട്ടെ. എന്റെ കർത്താവ് ഇതാവായിരുന്നു. പോലെ നമുക്കിവിടെ മാറി എന്നിട്ട് അടി കാണാം. അതെ, അതാണ് നമ്മുടെ നയം. അതെ അതെ. അവൻ വരുന്നുണ്ട്. അക്ബറെ, നീ എന്ത് വന്നാലും ഇവിടെ തന്നെ ഇരുന്നോണം. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. വാടാ. സഹാക്കന്മാരെല്ലാരും ഉണ്ടല്ലോ. സഹാക്കന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല ഇഷ്ട. ഞാൻ ഇവരോടല്ലേ സംസാരിക്കണത്. രഞ്ജ, നിന്റെ അപ്പന്റെ കയ്യിലെ പണത്തിന്റെ ഉങ്ക് കാണിക്കാതെപ്പോ. നിന്റെ അപ്പന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം ഇഷ്ട? രഞ്ജ, നീ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്കിയേ. നിനക്ക് സസ്പെൻഷൻ കിട്ടിയത് നിന്റെ കയ്യിലിരിപ്പുണ്ടാ. സസ്പെൻഷൻ അത് ഞങ്ങൾക്ക് ഒരു ആഘോഷോ? അവനും നിങ്ങളുടെ ചെയർമാനും കൂടെ ഞങ്ങളൊന്ന് ചൊറിഞ്ഞായിരുന്നു. അതൊന്ന് മാന്തി തീർക്കണം. ഒരേ സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് നമ്മൾ. എന്തിനാ വെറുതെ? ഒരുമിച്ച് നിൽക്കും. ഒരുമിച്ച് നിങ്ങൾ എല്ലാരും തല്ലി, നിനക്കറിയാലോ. എന്നാൽ നിങ്ങളെ പോലെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. അത് തല്ലാനാണെങ്കിലും തല്ലുകൊള്ളാനാണെങ്കിലും.
പൊട്ടും. നീ ആള് കാണിച്ച് പേടിപ്പിക്കണ്ട. ആരെയും പേടിപ്പിച്ച് ഓടിക്കാനല്ല. ഇവിടെ നിങ്ങളും വേണം, ഞങ്ങളും വേണം, നമ്മളെല്ലാവരും വേണം. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല പക്ഷേ. ശരിയല്ലേ ക്ലാസ് അല്ലേ? എന്നാലത് ഭയങ്കര മോശമായി പോയിട്ടാ. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് അവസരം കിട്ടും. ഇവറ്റോളൊക്കെ ഒറ്റയ്ക്ക് കിടക്കുന്നവരല്ലേ, നമുക്ക് കാണിച്ചു കൊടുക്കടാ. അങ്ങനെ ഒറ്റക്ക് കിടക്കണവരൊക്കെ പുറകിൽ നോക്കിയിട്ട് നീ ഗസ്റ്റാപ്പോന്ന് പറഞ്ഞ നടക്കട്ടാ. ഞാൻ വന്ന എന്നെയും കൂടെ അതിലിരുത്തിന്ന് തള്ളിത്തരോ? നിർത്തിക്ക്. ഞാൻ എങ്ങനെയെങ്കിലും പോകുന്നുണ്ട്. കുറച്ചു നേരം കൂടെ നീയൊക്കെ അവിടെ നിന്നായിരുന്നെങ്കിലേ തൂക്കി എടുത്തോണ്ട് പോകായിരുന്നു. എടി നിന്നെ ഞാൻ നിങ്ങൾ പോയിക്കോ. നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. അവന്മാരുടെ അഹങ്കാരം കണ്ടില്ലേ? ആട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ചെയർമാന്റെ പ്രകടനം? അവന്മാർ കിടുങ്ങിപ്പോയി. എനിക്ക് അടിമിടിയൊന്നും ഇഷ്ടമല്ല. മനസ്സമാധാനം എനിക്ക് ഏറ്റവും വലുത്. അവള് വലിയ സമാധാനക്കാരി. നല്ല രസമുണ്ടായിരുന്നു. എടാ, ഇത്ര കൃത്യമായി നീ പോസ്റ്റിൽ അടിച്ചിരുന്നെങ്കിലേ ആ കളി നമ്മള് ജയിച്ചേനെ. ഞാൻ മാത്രം കളിച്ചിട്ട് എന്ത് കാര്യം ചെയ്യുക? പ്രാക്ടീസിന് ഒരാൾ പോലും വരില്ല. നീയാണെങ്കിൽ ചെയർമാനായ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദേ ഈ ഇരിക്കുന്ന മഹാനടക്കം ഒരാളും വരില്ല. അനുപേ, ഇനി ശരിക്കും പ്രാക്ടീസിന് പോകട്ടെ. തമാശയല്ലേ ജീവ? ടീമിന്റെ ആരും വല്ലാത്ത കഷ്ടത്തിലാ. നമുക്ക് ശരിയാക്കാടോ. എല്ലാ കളിക്കാരും പ്രാക്ടീസിനൊന്ന് വന്നാൽ മാത്രം മതി. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും നമുക്ക് കപ്പടിക്കണം. നാളെ മുതൽ ഇറങ്ങല്ലേ? അത് നാളെ. അക്ബറെ, നാളെ ഇവൻ പ്രാക്ടീസിനുണ്ടാവണം. പോട്ടെ, എന്നാ ശരി. കേട്ടല്ലോ, കുഴപ്പരുത്. അവനതൊക്കെ പറയാം. അവന് വേറെ പണിയൊന്നുമില്ല. പിന്നെ പ്രാക്ടീസ്. എനിക്കൊരു പണിയുണ്ട്. എവിടെ നേരെ അവൻ പ്രാക്ടീസ്. എടാ ജീവ, നിന്നെ ഇപ്പൊ എങ്ങനാ ഡീസോന്റെ പിരിവ് തുടങ്ങണ്ടേ? അടുത്ത ആഴ്ച തുടങ്ങാം. പിന്നെ എന്തായി മാഗസിൻ പരിപാടികൾ? അവര് തുടങ്ങിയോ? എന്തായാലും കൊച്ചാ എത്ര ലാഭം കിട്ടും? ലാഭം കടം വീട്ടാണല്ലോ, എന്നെ കിട്ടിയിട്ടില്ല. പിന്നെ ലാഭം. അപ്പൊ ഈ വർഷം മാഗസിൻ ഇല്ലേ? പിന്നെ പക്ഷേ ഉദാരവൽക്കരണം വേണ്ടി വരും. അയ്യടാ, അതങ്ങ് പുത്തമ്പള്ളി പോയി പറഞ്ഞാ മതി. ഇത് കണ്ടേ നീ ഉദാരവൽക്കരിക്കണ്ട. ശരി. പേടിക്കേണ്ട ദീപേ, ഇതിന് വളയുടെ ആവശ്യമൊന്നും വരില്ല. മുതലാളിമാരെല്ലാം ഒന്ന് ഉദാരമായി പരസ്യം ചെയ്താ പോരേ. അതെ, യേശുവിന് ആകെ കിട്ടിയിരിക്കുന്നത് ഈ മാഗസിനാ. ഇതുകൊണ്ട് വേണം ഈ കൊല്ലം കഴിഞ്ഞുകൂടാൻ. ഓ, അതറിയാലോ. മാഗസിനില് പരസ്യം മാത്രം പോരാട്ടാ. ഒരിക്കലുമല്ല. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തിരഞ്ഞെടുത്ത കുറെ കഥകൾ, കവിതകൾ, പിന്നെന്താ കൃതികൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേജ് ഇത്തിരി കുറയുന്നു മാത്രം. കൂടുതലൊന്നും പറയാനില്ല. അല്ല സഖാവേ, ഇന്ന് സമരല്ലേ? അത് ശരിയാണല്ലോ. സമരോ? എന്തിന്? നെടുമങ്ങാട് AC പ്രവർത്തകർ SFI പ്രവർത്തകരെ മർദ്ദിച്ചത് അറിഞ്ഞില്ല എന്നുണ്ടോ സഖാവ്? അറിഞ്ഞു. അത് നെടുമങ്ങാടല്ലേ? എന്നാ വേഗം അവിടെ സഖാവേ, ഇന്ന് കുറെ പടങ്ങൾ റിലീസ് ഉള്ളതാ. അല്ല സഖാവേ, ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സമരം വിളിച്ചാലാ? എന്നാ വിളിക്കല്ലേ? വിളിക്കാം. അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മൾ നടത്തുന്ന ഈ പ്രതിഷേധ സമരം വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഖാക്കളെ, പ്രതിഷേധത്തിന്റെ പേരിൽ SFI കേരളമൊട്ടാകെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്ത് വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! ഇൻകുലാബ് സിന്ദാബാദ്! പറ്റിക്കാതിരുന്നാ മതി. എത്രാമത്തെ പഴയത്? ഈ പൈസക്ക് ആര് കൊടുക്കാനാണ്? മൈദയിൽ മുക്കിയെടുത്ത് എണ്ണയിൽ വേവുന്ന പഴംപൊരിയേ പഴംപൊരിയേ
സുല്ലേ ഇതിന്നൊരു 5 എടുത്ത് കുത്തിക്കേറ്റ്. നീ ഉച്ചക്കത്തെ ഊണ് കൊളാക്കരുത്. നന്ദി ചൊല്ലുന്നു ഞാൻ പ്രതാപേട്ട, നന്ദി ചൊല്ലുന്നു ഞാൻ പ്രതാപേട്ട. ഇപ്പൊ സന്തോഷമായല്ലോ. വരുന്നുണ്ട് ആ ജോസേട്ടൻ പോ. ഓ ശരിയാ, കാര്യമായിട്ടൊക്കെ വല്ലത് കിട്ടിയാ മതിയായിരുന്നു. ആ ഡിസ്കൗണ്ട് പിരിവിന് എന്തെങ്കിലും ബാക്കി വെക്കണേ? ഒരു ചെറിയ പരസ്യം അത്രേ ഉള്ളൂ. എന്താടാ ഇത്? എന്താടാ? വാ ദാസേട്ടാ വാ പറയടാ. അതെ, ജോൺസൺ സാർ ക്ലാസ് വിട്ടിട്ടില്ല. ആളിപ്പോ PG ക്ലാസ്സിലല്ലേ? അതല്ല, SFI സമരത്തിന് അയാൾക്കുള്ളത് ഈ ഉഴപ്പ്. ASU ആണെങ്കിൽ കടയും ചക്കരയാണല്ലോ. ഇതെത്ര കാര്യമാക്കണ്ട. അതല്ല ജീവ, ഇത് ഇടപെടേണ്ട കാര്യമാണ്. ഞാൻ ഇടപെട്ട കുളവും